പ്രിയമുള്ളവരെ, സഹയാത്രിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്കേവർക്കും സ്വാഗതം. ഉരുൾ എടുത്ത വയനാട്ടിലെ പുനരധിവാസ പ്രവർത്തനങ്ങളും ചില രക്ഷാപ്രവർത്തനങ്ങളും ഇപ്പോഴത്തെ ചൂരൽമല മുണ്ടയ്ക്ക പ്രദേശങ്ങളിലെ യഥാർത്ഥ ചിത്രവുമാണ് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. വീഡിയോ പൂർണ്ണമായി കാണണമേ എന്ന് അപേക്ഷിക്കുന്നു. വയനാട്ടിലെ മുണ്ടക്കൈ മേഖലയിൽ ഉരുൾപൊട്ടലിൽ വെള്ളം കുത്തിയൊലിച്ചു പോകുന്ന ഭീകര ദൃശ്യങ്ങളാണ് നിങ്ങൾ ഈ കാണുന്നത്. ക്രമാതീതമായി മലമുകളിൽ നിന്നും ഒലിച്ചിറങ്ങിയ വെള്ളത്തോടൊപ്പം പാറക്കൂട്ടങ്ങളും മണ്ണും ചെളിയും പോകാൻ ഇടമില്ലാതെ പല വഴികളിലായി തലങ്ങും വിലങ്ങും ഒഴുകിമറിഞ്ഞു. നിരവധി ജീവനുകൾ ആണ് ഈ മലവെള്ളപ്പാച്ചിലിൽ നഷ്ടമായത്. നിരവധി വീടുകൾ, കടകമ്പോളങ്ങൾ, അമ്പലം, പള്ളി, വാഹനങ്ങൾ, മൃഗസമ്പത്തുകൾ, അങ്ങനെ ആ നാട്ടുകാർക്ക് പലതും ആ രാത്രിയിൽ നഷ്ടമായി. ചില രക്ഷാപ്രവർത്തന ദൃശ്യങ്ങളിലേക്ക്. യന്ത്രങ്ങൾക്ക് പോലും ഉയർത്താനാവാത്ത വലിയ പാറക്കൂട്ടങ്ങൾ ഈ നദിയിലൂടെ ഒഴുകിയെത്തി. സ്വന്തം ജീവൻ പോലും പണയപ്പെടുത്തി നിരവധി ആളുകളാണ് ഇവിടെ രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ടത്. അവരുടെ പ്രവർത്തനങ്ങളെ ഈ സമയം സ്മരിക്കുന്നു. അവരെയും നമുക്ക് ചേർത്ത് നിർത്താം വയനാടിനൊപ്പം തന്നെ. കലങ്ങി മറിഞ്ഞൊഴുകിയ വെള്ളത്തോടൊപ്പം എത്തിയ കൂറ്റൻ പാറക്കല്ലുകൾ. ഒടുവിൽ ഇങ്ങനെയായി ആ പ്രദേശങ്ങൾ. ഈ ദുരന്തം നമുക്ക് നൽകുന്ന പാഠമുണ്ട്. പരിസ്ഥിതിയെ ദുർബലപ്പെടുത്തരുത്. ദുരന്തത്തിൽ തകർന്ന ചില വീടുകളുടെ ദൃശ്യങ്ങൾ. ശക്തമായ മലവെള്ളപ്പാച്ചിലിൽ വീടിൻ്റെ ഭിത്തികൾ പൊളിഞ്ഞു പോയിരിക്കുന്നു. വീടിനകത്ത് വരെ മണ്ണും ചെളികളുമാണ്. ദുരന്തത്തെ അതിജീവിച്ച ചുരുക്കം ചില വീടുകളിൽ ഒന്നാണ് ഇത്. ദുരന്തത്തിൽ തകർക്കപ്പെട്ട വാഹനവും മറ്റൊരു വീടും. ഇവിടം വാസയോഗ്യമാവാൻ ഇനി എത്ര നാൾ കഴിയും? സർക്കാരിൻ്റെയും ചില സുമനസ്സുകളുടെയും സാന്നിധ്യത്തിൽ ഇവിടെ പുനർനിർമ്മാണങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്.
കൂട്ടമായി ഒഴുകിയെത്തിയ പാറക്കൂട്ടങ്ങൾ പുഴയുടെ ഗതി തന്നെ മാറ്റിമറിച്ചു. ഇവ അടിഞ്ഞുകൂടി ഈ പുഴ ഒരു വശത്തേക്ക് മാറി ഒഴുകി കൂടുതൽ ദുരന്തം വഹിക്കുകയും ചെയ്തു. ഇപ്പോഴും ചില സംഘടനകളുടെ സന്നദ്ധ പ്രവർത്തനങ്ങൾ വയനാട്ടിൽ നടക്കുന്നുണ്ട്. ആ ദൃശ്യങ്ങളിലേക്ക്. വയനാട്ടിൽ പുനരധിവാസത്തിനായി നിർമ്മിക്കുന്ന വീടുകളുടെ തറക്കല്ലിടൽ കർമ്മം. വയനാട്ടിലെ മേപ്പാടി പഞ്ചായത്തിൽ ലഭ്യമായ സ്ഥലത്ത് പുനരധിവാസ പ്രവർത്തനങ്ങൾക്കായി വീട് നിർമ്മിക്കാൻ ഒത്തുകൂടിയവരുടെ ചടങ്ങിലേക്ക്. ഇത്തരം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നാടിനും നാട്ടുകാർക്കും മാത്രമല്ല ലോകത്തിന് തന്നെ മാതൃകയാണ്. അത് ഏത് സംഘടനയോ മതവിഭാഗങ്ങളോ ആരുമായിക്കൊള്ളട്ടെ, ഏത് രാഷ്ട്രീയ പാർട്ടികളുമായിക്കോട്ടെ, നമ്മൾ ഒന്നിച്ച് അവരോടൊപ്പം കൈകോർക്കാം. വീഡിയോ ഇഷ്ടമായെങ്കിൽ സപ്പോർട്ട് ചെയ്തേക്കണേ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.